ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വേണുട്ടാ, ഞാനേ ഒരു കാര്യം വേണുട്ടിനോട് ചോദിക്കണമെന്ന് കരുതിയിരിക്കുവായിരുന്നു. അന്ന് നിങ്ങളുടെ വീട്ടില് പൂജയ്ക്ക് വന്ന ആ സ്ത്രീ ആരായിരുന്നു? ഞാനാ സാറേ, വേണു. വേണു കിട്ടണോ? വാ, അകത്തേക്ക് വാ. എന്താ വേണൂട്ട വന്നത്? അതെന്തൊരു ചോദ്യമാണല്ലേ. വേണൂട്ട വാ, ഇരിക്ക. വേണ്ട സാർ, സാറ് ഡൽഹിയിലൊക്കെ പോയിരിക്കായിരുന്നല്ലോ. സാറ് തിരിച്ചു വന്നപ്പോ ഒന്ന് കാണാം, സംസാരിക്കാന്നൊക്കെ കരുതി വന്നതാ. അതിനെന്താ? വേണൂട്ട വാ, ഇരിക്ക. ഇല്ലില്ല, ഞാൻ പിന്നെ വരാം. വർമ്മ സാർ തിരക്കാണെന്ന് തോന്നുന്നു. വേണൂട്ട, ഞാൻ ദേഷ്യപ്പെട്ടത് കണ്ടിട്ടാണെങ്കിൽ സോറി. പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ കേട്ടപ്പോ അറിയാതെ റിയാക്ട് ചെയ്തു പോയതാ. മനസ്സിലായി സാറേ, എനിക്ക് മനസ്സിലായി. ഹലോ, ഇല്ല, എന്ത് തിരക്കാണെങ്കിലും ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം കേട്ടോ. എന്റെ മകളുടെ ഭർത്താവിന്റെ അച്ഛൻ വന്നിരിക്കുക. അപ്പോ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. ഐ വിൽ കോൾ യു ലേറ്റർ. ബൈ. വേണൂട്ട വാ. നീ വാ. മകളുടെ ഭർത്താവിന്റെ അച്ഛനോട് അമ്മാവൻ സംസാരിക്കാണ് പോലും. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഇതിപ്പോ ഋതിക അമ്മാവൻ വഴക്ക് പറഞ്ഞതിൽ സന്തോഷിക്കണോ, അതോ അമ്മായി സത്യങ്ങൾ അമ്മാവനോട് തുറന്നു പറയാത്തതിൽ വിഷമിക്കണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേ. എടാ, അച്ഛൻ മോളെ വഴക്ക് പറഞ്ഞതിൽ എന്തിരിക്കുന്നടാ മോനെ? പ്രതാപം കാണിച്ചത് ഋതികയോടുള്ള ദേഷ്യമല്ല, പത്മാവതിയോടുള്ള അവന്റെ വെറുപ്പ. അച്ഛനും മകൾക്കും വഴക്ക് പറഞ്ഞും കേട്ടും ശീലമുള്ളതല്ലേ. യാമിനി പ്രതാപനോട് സത്യങ്ങൾ തുറന്നു പറയാത്തതിലാ എനിക്ക് വിഷമം. നമുക്ക് അമ്മായിയെ വിളിച്ചോണ്ട് അമ്മാന്റെ റൂമിലേക്ക് ചെന്നാലോ? ഇപ്പൊ വേണ്ട, അവനിപ്പോ നല്ല ദേഷ്യത്തിലാ. ഇപ്പൊ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നതേ എടഞ്ഞ കൊമ്പന്റെ മുന്നിലേക്ക് ചെന്നു കൊടുക്കുന്നത് പോലെയാ. അതിഥിയായി മകളുടെ ഭർത്താവിന്റെ അച്ഛൻ വന്നിരിക്കുവല്ലേ. ഭാര്യയുടെ ഓർമ്മയിൽ നീർന്ന പ്രതാപന്റെ മനസ്സൊന്ന് തണുത്തോട്ടെ. തണുത്തിട്ട്? എടാ, തണുത്ത് കഴിയുമ്പോ നമുക്ക് എരുതിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാടാ മോനെ. രാജുവിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ. ആദ്യം നമുക്ക് അയാളെ കുറച്ച് വെള്ളം കുടിപ്പിക്കാം. നീ എന്തു പറയുന്നു? എല്ലാം അമ്മ പറയുന്ന പോലെ. ആ, വീണോട്ടും വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ ഇറങ്ങിയത്. അല്ല, വേണുവെങ്കിൽ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ വന്നേ? പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വർമ്മ സാറിനെന്ന് മുഖം കാണിക്കാന്ന് ഓർത്ത് വന്നതാ. മാഡത്തിന്റെ കൈക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല വേണമെങ്കിലേ. ചൂട് ചായ കയ്യിൽ വീണതിന്റെ പെട്ടെന്നുള്ള നീറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെറിയമ്മ തേൻ പുരട്ടി തന്നപ്പോഴേ മാറുകയും ചെയ്തു. വേണമെങ്കിൽ ഇരിക്കെ. വേണ്ട മാഡം, വേണമെങ്കിൽ ഇരിക്ക്, അല്ലെങ്കിൽ അച്ഛന് വിഷമാവും. വേണൂട്ട, സോറി, ഒരു കോള് വന്നു, ഒന്ന് സംസാരിക്കാൻ വേണ്ടി മാറിയുന്നതാ. അതിനെന്താ വർമ്മ സാറേ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ഏയ്, അതെന്ത് പോക്കാ? ഇവിടം വരെ വന്നിട്ട് ഇരിക്കെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. കഴിക്കാനൊന്നും വേണ്ട, ഒരു ചായെങ്കിലും ആവാം. ശരി ഏട്ടാ, ഇപ്പൊ എടുക്കാം. വേണൂട്ട വാ. ഇങ്ങോട്ടിരിക്കാം. ഇരിക്കാം. വേണൂട്ട, എല്ലാവർക്കും സുഖാണല്ലോ? അല്ല, അച്ഛനെന്താ ഇവിടെ? അതെന്താ രാജു, വേണുവേട്ടൻ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? ഏയ്
അങ്ങനെയല്ല. ആ പുറത്തുണ്ടായി പ്രവർത്തകരെല്ലാം എന്തു പറയുന്നു? അല്ല, അവരാരും ചേട്ടനോട് സംസാരിച്ചില്ലല്ലോ. വേണുങ്കൾ ചേട്ടനോട് സംസാരിക്കാനുള്ള ആവേശത്തിലാ അവർ. ആ ഞാൻ വേണൂട്ടിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ആ കഴിക്കാം. അമ്മേ, അവളുടെ കയ്യിൽ എന്തായാലും ചായ ഒഴിച്ചത് നന്നായി. ഇനിയിപ്പോ അടുത്ത പണി അമ്മ പറഞ്ഞതുപോലെ ഇവിടെ ഇറക്കാം. നീ വാ. ശ്രീലക്ഷ്മി എന്തു പറയുന്നു? സുഖായിരിക്കുന്നോ? ആ അവര് സുഖായിരിക്കണു. ശ്രീലക്ഷ്മിയുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോണു. പ്രതാപ, നിങ്ങൾ ചായ കുടിക്കായിരുന്നോ? അതെ ചേച്ചി. ആ ചേച്ചി ഇരിക്കെ. ഏയ്, ഞാനിരിക്കുന്നില്ലടാ, ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ സംബന്ധക്കാര് സംസാരിച്ചിരിക്കെ. ചേച്ചിയുടെ ഒരു തമാശ. പിന്നെ തമാശ. നീ അല്ലാതെ ആരെങ്കിലും ഇവനെയൊക്കെ വീട്ടിൽ പിടിച്ചിരുത്തി സംസാരിക്കോ? അമ്മേ, ചോദിക്കമ്മേ. വേണുട്ടാ, ഞാനേ ഒരു കാര്യം വേണുട്ടിനോട് ചോദിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അന്ന് നിങ്ങളുടെ വീട്ടില് പൂജയ്ക്ക് വന്ന ആ സ്ത്രീ ആരായിരുന്നു? ഏത് സ്ത്രീ? അതെ, അന്ന് പൂജ നടന്നപ്പോ ഗസ്റ്റ് ആയിട്ടൊരു സ്ത്രീ വന്നിരുന്നില്ലേ? നല്ല കണ്ടു പരിചയമുള്ളൊരു മുഖമായിരുന്നു. ഞാൻ എവിടെയാ അവരെ കണ്ടേന്നുള്ള ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. അന്ന് ചേച്ചി പൂജയ്ക്ക് പോയിരുന്നോ? ഞാൻ പോയിരുന്നു പ്രതാപ. ആ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ അവിടം വരെ അറിഞ്ഞു കേട്ടൊന്ന് പോയതാ. നിന്റെ അഭാവത്തിൽ ഞാൻ വേണമല്ലോ രാജുവിന്റെ വീട്ടിൽ എന്തെങ്കിലും നടക്കുമ്പോ പോകാൻ. അതെന്തായാലും നന്നായി. അല്ല, അതാരായിരുന്നു വേണോട്ടാ? ആ, 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 അത് മീര മാഡം. മീരയോ? ആ വേണൂട്ടിന്റെ ഫാമിലി ഫ്രണ്ട് ആയിരിക്കും അല്ലേ? ഫാമിലി ഫ്രണ്ട് ഒന്നുമല്ല. ഞാൻ മുമ്പ് ഇവിടെ വർമ്മ സാറിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്നതിന് മുമ്പ് കുറച്ചു കാലം അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു. അവരെല്ലാവരും വിദേശത്താ. ഹസ്ബൻഡും മകളും എല്ലാം വിദേശത്താ. മീര മാഡം അവരുടെ സ്ഥലവും വീടുമായി ബന്ധപ്പെട്ട കച്ചവടത്തിന് എന്തോ വന്നതാ. ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. അത് വർമ്മ സാറേ, മീര മാഡത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഋതിക മാഡം ആയിരുന്നു. അങ്ങനെ ഇവര് തമ്മിൽ ഒരു പരിചയമുണ്ട്. ആണോ? ആ അതെ അച്ഛാ. ശരി. അല്ല ഋതികേ, നിന്റെ കയ്യില് ഈ മീര മാഡത്തിന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ?